കൊല്ലം കൊട്ടാരക്കരയിലെ നിരവധി കടകളിൽ മോഷണം. അപ്പർക്കരിക്കം ഭാഗത്തെ 5 കടകളിലാണ് മോഷണം ഉണ്ടായത്. 10,000-ലധികം രൂപ മോഷണം പോയി. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി. സുജിത്ത്, ഏതെങ്കിലും കടകളിൽ CCTV ഒക്കെ ഉണ്ടായിരുന്നോ? ലക്ഷ്മി, ഈ കൊട്ടാരക്കരയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ മോഷണം ഇപ്പോൾ ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. അധികൃതർ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് നാട്ടുകാർക്കിടയിലുള്ളത്. ഇന്നലെ 5 കടകളിലാണ് മോഷണം നടന്നത്. അപ്പർ കരിക്കം ഭാഗത്തെ ഒരേ നിരയിലുള്ള 5 കടകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. അത് പച്ചക്കറി കട, അതുപോലെ ടീ ഷോപ്പ്, ലബോറട്ടറി, അക്ഷയ സെന്റർ എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത്. അവിടെ വിവിധ കടകളിൽ നിന്നായി ഏതാണ്ട് 10,000-കണക്കിന് രൂപയാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഈ പ്രദേശത്ത് പെട്രോളിംഗ് ശക്തമാക്കണമെന്നൊക്കെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. ഏതായാലും CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ തവണ പലയിടങ്ങളിൽ മോഷണം നടന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ, കടകളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും അന്വേഷണം എങ്ങും എത്താത്ത ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ ഈ മോഷണത്തിലും പ്രതിഷേധം ഉയരുകയാണ്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. കൊട്ടാരക്കര പോലീസ് എത്തി തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതികളെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.